ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് ഹിന്ദി പഠിക്കാവുന്നതാണ്. ചെറിയ ചെറിയ വാക്കുകൾ തന്നെ. വലിയ വലിയ വാക്കുകൾ കൊണ്ട് ഹിന്ദി പ്രയാസപ്പെട്ട് പഠിക്കേണ്ടതില്ല. നിങ്ങൾക്ക് മലയാളം അറിഞ്ഞാൽ മതി. മലയാളം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിനാൽ യാതൊരു പ്രയാസവുമില്ല. എളുപ്പത്തിൽ ഹിന്ദി പഠിക്കാവുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞു സൂത്രത്തോടെ സ്പോക്കൺ ഹിന്ദി. എന്ത് സൂത്രം? കഴിഞ്ഞു. ഈ കഴിഞ്ഞു സൂത്രത്തെ പറ്റി വിശദീകരിച്ചറിയാൻ തുടർന്ന് വരുന്ന പേജിൽ കാണാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഭൂതകാലത്തിൽ ചെയ്യാൻ സാധിക്കാത്ത ജോലികളെ പറ്റി ഹിന്ദിയിൽ പറയുന്നത് എങ്ങനെയാണ്? ഭൂതകാലത്തിൽ ചെയ്യാൻ സാധിക്കാത്ത ജോലികളെ പറ്റി എങ്ങനെയാണ് ഹിന്ദിയിൽ പറയുക? മുൻപ് നമ്മളാൽ ചില ജോലികൾ ചെയ്യാൻ സാധിച്ചിരുന്നു. എന്നാൽ ആ ജോലികൾ ഇപ്പോൾ ചെയ്യാൻ സാധിച്ചെന്നു വരില്ലല്ലോ. അപ്രകാരമുള്ള ജോലികളെ പറ്റി ഹിന്ദിയിൽ എങ്ങനെ പറയാമെന്നത് ഇപ്പോൾ മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? കഴിഞ്ഞു സൂത്രം. വാക്യത്തിൽ കഴിഞ്ഞു എന്ന് വരുമ്പോൾ അത് തന്നെ പോകാൻ കഴിഞ്ഞു, വായിക്കാൻ കഴിഞ്ഞു, പഠിക്കാൻ കഴിഞ്ഞു, പാടാൻ കഴിഞ്ഞു, സംസാരിക്കാൻ കഴിഞ്ഞു തുടങ്ങിയ അർത്ഥം വരുന്ന പദങ്ങൾ വരുമ്പോൾ സക്ക എന്ന പദം ഉപയോഗിക്കണം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ ഹിന്ദിയിൽ ഇവിടെ എത്ര വാക്യങ്ങളുണ്ട്? 5 വാക്യങ്ങളുണ്ട്. അവ ഏവ? എനിക്ക് പോകാൻ കഴിഞ്ഞു, എനിക്ക് വായിക്കാൻ കഴിഞ്ഞു, എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു, എനിക്ക് പാടാൻ കഴിഞ്ഞു, എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, എനിക്ക് എന്നാൽ മേ. എനിക്ക് പോകാൻ കഴിഞ്ഞു എന്നാൽ ഹിന്ദിയിൽ മേ ജാ സക്ക. എനിക്ക് വായിക്കാൻ കഴിഞ്ഞു എന്നാൽ ഹിന്ദിയിൽ മേ പഠ് സക്ക. എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു എന്നാൽ ഹിന്ദിയിൽ മേ സീഖ് സക്ക. എനിക്ക് പാടാൻ കഴിഞ്ഞു എന്നാൽ ഹിന്ദിയിൽ മേ ഗാ സക്ക. എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞു എന്നാൽ ഹിന്ദിയിൽ മേ ബാത് കർ സക്ക. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ ഹിന്ദിയിൽ ഇവിടെ എത്ര വാക്യങ്ങളുണ്ട്? 5 വാക്യങ്ങളുണ്ട്. അവ ഏവ? എനിക്ക് വായിക്കാൻ കഴിഞ്ഞു, എനിക്ക് കാണാൻ കഴിഞ്ഞു, എനിക്ക് കട്ടാൻ കഴിഞ്ഞു, എനിക്ക് എഴുതാൻ കഴിഞ്ഞു, എനിക്ക് നടക്കാൻ കഴിഞ്ഞു. എനിക്ക് എന്നാൽ മേ നിങ്ങൾക്കറിയാവുന്നതാണ്. എനിക്ക് വായിക്കാൻ കഴിഞ്ഞു എന്നാൽ ഹിന്ദിയിൽ മേ പഠ് സക്ക. എനിക്ക് കാണാൻ കഴിഞ്ഞു എന്നാൽ ഹിന്ദിയിൽ മേ ദേഖ് സക്ക. എനിക്ക് കട്ടാൻ കഴിഞ്ഞു എന്നാൽ ഹിന്ദിയിൽ മേ ദേ സക്ക. എനിക്ക് എഴുതാൻ കഴിഞ്ഞു എന്നാൽ ഹിന്ദിയിൽ മേ ലിഖ് സക്ക. എനിക്ക് നടക്കാൻ കഴിഞ്ഞു എന്നാൽ ഹിന്ദിയിൽ മേ ചൽ സക്ക. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ ഹിന്ദിയിൽ ഇതുവരെ എന്നെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഞാൻ നമ്മൾ, നിങ്ങൾ, അവൻ, അവൾ, അവർ എന്നിവ ഉപയോഗിച്ച് വാചകങ്ങൾ പറയാം. ഇവിടെ നോക്കൂ, എത്ര വാചകങ്ങളുണ്ട്? 6 വാചകങ്ങളുണ്ട്. അവ ഏതെല്ലാം? എനിക്ക് പോകാൻ കഴിഞ്ഞു, ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞു, നിങ്ങളാൽ പോകാൻ കഴിഞ്ഞു, അവനാൽ പോകാൻ കഴിഞ്ഞു, അവളാൽ പോകാൻ കഴിഞ്ഞു, അവരാൽ പോകാൻ കഴിഞ്ഞു. ഇവിടെയുള്ള വാചകങ്ങളെ നന്നായി ശ്രദ്ധിക്കുക. എനിക്ക് എന്നാൽ മേ, പോകാൻ കഴിഞ്ഞു എന്നാൽ ജാ സക്ക. അപ്പോൾ എനിക്ക് പോകാൻ കഴിഞ്ഞു എന്നാൽ ഹിന്ദിയിൽ മേ ജാ സക്ക. അതേപോലെ ഞങ്ങൾക്ക് എന്നാൽ ഹം, പോകാൻ കഴിഞ്ഞു എന്നാൽ ജാ സക്കേ. അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞു എന്നാൽ ഹിന്ദിയിൽ ഹം ജാ സക്കേ. നിങ്ങളാൽ എന്നാൽ
തും. പോകാൻ കഴിഞ്ഞു എന്നാൽ ജാ സക്കെ. അപ്പോൾ നിങ്ങളാൽ പോകാൻ കഴിഞ്ഞു എന്നാൽ ഹിന്ദിയിൽ എന്താവും? തും ജാ സക്കെ. അതേപോലെ അവനാൽ എന്നാൽ വോ. പോകാൻ കഴിഞ്ഞു എന്നാൽ ജാ സക്ക. അപ്പോൾ അവനാൽ പോകാൻ കഴിഞ്ഞു എന്നാൽ വോ ജാ സക്ക. അവളാൽ എന്നാൽ വോ. പോകാൻ കഴിഞ്ഞു എന്നാൽ ജാ സക്കി. അപ്പോൾ അവളാൽ പോകാൻ കഴിഞ്ഞു എന്നാൽ ഹിന്ദിയിൽ വോ ജാ സക്കി. ഇവിടെ നോക്കുക, അവനാൽ എന്നതിനും അവളാൽ എന്നതിനും വോ എന്ന് തന്നെയാണ് കർത്താവായി ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ക്രിയ അവനാൽ, അതായത് പുല്ലിംഗത്തിന് വരുമ്പോൾ ജാ സക്ക എന്ന് വരുന്നു, സ്ത്രീലിംഗത്തിനാകുമ്പോൾ ജാ സക്കി എന്ന് വരുന്നു. അത് വെച്ചാണ് ഇത് അവനാണോ അവളാണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അവരാൽ എന്നാൽ വേ. പോകാൻ കഴിഞ്ഞു എന്നാൽ ജാ സക്കെ. അപ്പോൾ അവരാൽ പോകാൻ കഴിഞ്ഞു എന്നാൽ ഹിന്ദിയിൽ വേ ജാ സക്കെ. കൃത്യമായി മനസ്സിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. എനിക്ക് പോകാൻ കഴിഞ്ഞു എന്നാൽ ഹിന്ദിയിൽ മേ ജാ സക്ക. ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞു എന്നാൽ ഹിന്ദിയിൽ ഹം ജാ സക്കെ. നിങ്ങളാൽ പോകാൻ കഴിഞ്ഞു എന്നാൽ ഹിന്ദിയിൽ തും ജാ സക്കെ. അവനാൽ പോകാൻ കഴിഞ്ഞു എന്നാൽ ഹിന്ദിയിൽ വോ ജാ സക്ക. അവളാൽ പോകാൻ കഴിഞ്ഞു എന്നാൽ ഹിന്ദിയിൽ വോ ജാ സക്കി. അവരാൽ പോകാൻ കഴിഞ്ഞു എന്നാൽ ഹിന്ദിയിൽ വേ ജാ സക്കെ. പ്രയാസമൊന്നുമില്ല, എളുപ്പമായിട്ടുള്ളവ തന്നെയാണ്. ആ ടെക്നിക്ക് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇത്തരത്തിലുള്ള എത്ര വാക്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഇതുപോലുള്ള മറ്റു ചില വാക്യങ്ങളും നമുക്ക് നോക്കാം. ശരിയല്ലേ? അടുത്ത പേജിലേക്ക് പോകാമോ? ഇങ്ങനെ എളുപ്പത്തിൽ ഓർമ്മിച്ചു കൊള്ളുക. ഇപ്രകാരമുള്ള മറ്റു ചില വാക്യങ്ങളും പറയാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഹായ് സ്നേഹിതരെ, ഇപ്പോൾ സക്ക സൂത്രത്തിന്റെ സഹായത്തോടെ ഹിന്ദിയിൽ വാക്യങ്ങൾ എങ്ങനെ പറയാമെന്ന് നോക്കാം. അതേപോലെ സക്കാസൂത്രം വഴിയായി ഹിന്ദിയിൽ എങ്ങനെയുള്ള വാക്യങ്ങളായാലും എത്ര വാക്യങ്ങളായാലും നന്നായി 100% പറയാൻ കഴിയും. ഇത് നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ചെറിയ ചെറിയ വാക്യങ്ങളായാലും വലിയ വലിയ വാക്യങ്ങളായാലും എത്രത്തോളം ഉണ്ടായാലും ഈ സക്കാസൂത്രം മൂലം നിങ്ങൾക്കറിയാവുന്ന എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറഞ്ഞുകൊള്ളുക. ഓക്കെ,